നമസ്തേ സാറേ. നമസ്തേ. ഇന്ന് നമുക്ക് ഈ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചാലോ? പിന്നെന്താ സാറേ, എൻ്റെ ഒരു ഉത്കണ്ഠ ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടിട്ടെ. കാരണം നമ്മുടെ സാറിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും സഹിതം നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മിഡിൽ ഈസ്റ്റ്. ഈ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും കൊണ്ടിടുന്ന ബോംബുകളെല്ലാം ഇറാനിലാണ്. പക്ഷേ ആ ഇറാനിൽ നമ്മുടെ ഇന്ത്യക്കാർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. വളരെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ഒരു ചെറിയ നമ്പറേ കാണത്തുള്ളൂ. പക്ഷെ അവർ തിരിച്ചടിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നമ്മളെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ ജീവിക്കുകയും അവർ അധ്വാനിച്ച് ഇങ്ങോട്ട് അയക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ഉപജീവനം കഴിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ എന്തിനാണ് ഇറാൻ്റെ പുറകെ പോകുന്നത്? അതെന്ത് സാറിന് എന്താണ് തോന്നുന്നത്? വളരെ സിമ്പിളല്ലേ അത്? എന്തിനാണ് നമ്മൾ ഇറാൻ്റെ കാര്യത്തിലോട്ട് പോകുന്നത്? നമ്മുടെ ഈ ഭാരതത്തിൻ്റെ കാര്യം എടുക്കൂ. ഭാരതത്തിന് ദൂഷ്യം വരുന്നതോ അല്ലെങ്കിൽ ഭാരതത്തിന് മോശമായിട്ടുള്ള പേര് വരുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഏത് കൺട്രി ആയാലും അവരുടെ കൂടെ നിൽക്കുള്ളൂ. ഇപ്പോൾ പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാനോട് നിൽക്കും, ആരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം. അത് ആ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് ഇടതുപക്ഷ മാധ്യമ ഒരു സിൻഡിക്കേറ്റ് അവരുണ്ടാക്കിയെടുത്ത ഒരു സൈക്കാണ്, ഒരു മാനസികാവസ്ഥയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിപ്പോ കണ്ടില്ലേ, ഇന്നലെ പിന്നെ 15 എണ്ണത്തിനെ പിടിച്ചകത്താക്കി. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് ഇവിടെ അതുപോലെ ചെയ്യണം. ഇവിടെ ചെയ്യില്ല. ഇവിടെ നമ്മൾ വളരെ ലിബറലായിപ്പോയി. അതാ കാര്യം. അല്ല, ഈ നമ്മുടെ കേരളത്തിൽ മൊത്തം ഉള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോഴും കോൺഗ്രസ് എന്ന് പറയുമ്പോഴും എല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതിയുള്ള വോക്ക് ലിബറൽ എന്ന് പറയുന്ന ഈ പിന്നെ എല്ലാ കാര്യത്തിനെയും അമേരിക്കയെ തെരുവിളിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചില ഈ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് പെരുമാറുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ. ഇതിൽ നിന്ന് നമുക്ക് എന്താ ഒരു മോചനം, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ? മോചനം വരണമെങ്കിൽ നമ്മുടെ ജനങ്ങൾ വിചാരിക്കണം ഒരു ചേഞ്ച്. അതിനൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ആൾക്കാർ ഇപ്പം മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം വയസ്സായി. നമ്മളൊക്കെ ഇവിടെ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ വളരെ മോശമായി പറയുമായിരുന്നു. യു പിയിലേക്ക് നോക്കുമായിരുന്നു. അപ്പൊ അവരൊക്കെ വയസ്സായിട്ട് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞു. ഇവിടെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. നമുക്ക് ഇനിയിപ്പം ഈ യുദ്ധത്തിന്റെ ഒരു നാൾവഴികൾ എന്താണ്? ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിന്റെ ഒരു റൂട്ടിലോട്ടൊന്ന് പോയാലോ? സാറിന് അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധവും ജയിച്ചിട്ടില്ല, എക്സെപ്റ്റ് കുവൈറ്റ് വാർ. അതിനോട് വന്നു കഴിഞ്ഞാൽ 1950-53 കാലഘട്ടത്തിലെ കൊറിയൻ വാർ, അവിടെ വിജയിക്കലാണ് ഉണ്ടായത്. അവിടെ ഒരു വെടിനിർത്തലാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് 65-73 വരെയുള്ള പിന്നെ വിയറ്റ്നാം വാർ ശരിക്കും അവരുടെ ആ ഡോമിനോ സിദ്ധാന്തം വച്ചിട്ട് കൺട്രികളിൽ അതിൻ്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് അവർ ഇടപെട്ടതാണ്. അവിടെ ഈ ഡോമിനോസ് സിദ്ധാന്തത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഡോമിനോസ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഗെയിമിന്റെ ഭാഗത്തിൽ ഒരു ഡൈസാണ്. ആ ഡൈസ് ഒരെണ്ണം വീഴുമ്പോൾ മറ്റെല്ലാം ഇങ്ങനെ സീക്വൻസ് ആയിട്ട് വീഴും. അപ്പൊ അവര് അമേരിക്കയുടെ ഐസൻഹോവറിന്റെ ഒരു സിദ്ധാന്തമാണ്. അതായത് ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് പിന്നെ കമ്മ്യൂണിസം വളർന്നു കഴിഞ്ഞാൽ, വേര് പിടിച്ചു കഴിഞ്ഞാൽ ചുറ്റുവട്ടമുള്ള കൺട്രികളും കൂടെ ദേ വിൽ ഫോളോ സ്യൂട്ട് എന്നുള്ളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തം. അതുകൊണ്ട് അത് ഈ കോൾഡ് വാർ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മറ്റ് കൺട്രീസുകളിലൊക്കെ കമ്മ്യൂണിസം വളരാനായിട്ട് എവിടെയെങ്കിലും കമ്മ്യൂണിസം വളരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അമേരിക്ക ഇടപെടുക, അവിടെ അവർക്ക് അതിനെതിരായിട്ടുള്ള ആൾക്കാർക്ക് ഫണ്ട് ചെയ്യുക, അവിടെ സിവിൽ ഡിസൊബീഡിയൻസ് ഉണ്ടാക്കുക. ഇതൊക്കെയായിരുന്നു ഡോമിനോ. അപ്പൊ അതിന്റെ പ്രകാരം അവിടെ നിന്ന് തോറ്റോടുകയായിരുന്നു. വളരെ 10 വർഷം വരെ അവർ യുദ്ധം ചെയ്തിട്ട് തോറ്റോടി. അത് കഴിഞ്ഞാൽ വന്നിട്ട് നമുക്ക് 91-91 കുവൈറ്റ് വാർ. കുവൈറ്റ് വാർ എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയ രാജ്യത്തിനെ അതെ ഈവൺ യൂറോപ്യൻ ശക്തികളും ഈവൺ ഇറാനൊക്കെ അന്ന് ഇവരുടെ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അവിടെ നിന്ന് അയാളെ കൊന്ന് രക്ഷപ്പെട്ടു. അതൊരു ശരിക്കും പറഞ്ഞാൽ അത് വിജയം എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഫൈറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ ഈക്വൽസ്. ഈ പട്ടിയടിച്ച് പാവം കാക്കുക എന്ന് പറയും. അതാണ് ശരിക്കും പറഞ്ഞാൽ അന്നുണ്ടായത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് അഫ്ഗാനിസ്ഥാൻ വാർ
2017 എന്താണ്ട് എല്ലാം കൂടെ കിട്ടിയതും കൂടെ കൊണ്ട് പിന്നെ വാരിപ്പറക്കി ഓടുകയായിരുന്നു, ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും തന്നെ പിന്നെ ഈ അടുത്ത കാലത്തുനിന്ന് ഒരു പിന്നെ യുദ്ധവും ജയിച്ചിട്ടില്ല. ഒരു ഓലപ്പാമ്പാട്ട് ഇങ്ങനെ നിൽക്കുന്നത് വേണമെങ്കിൽ പറയാം. അത് ഈ യുദ്ധം ജയിക്കാത്തതിൻ്റെ ഒരു റീസൺ ഇവരുടെ ഈ ഇപ്പോഴത്തെ ഈ അമേരിക്കയുടെ ഡിപ്ലോമസിയിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റമല്ലേ? കാരണം ഇവർ ഈ റിസോഴ്സസിന് വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ വെനിസ്വേലയിൽ കാണിച്ചതാണ്. ഇറാനിലും ഈ പിന്നെ കഴിഞ്ഞ ഒരു ന്യൂസ് വായിച്ചപ്പോൾ ഇത് അമേരിക്കയുടെ ആഗ്രഹവും ഇസ്രായേലിൻ്റെ ആഗ്രഹവും രണ്ടും രണ്ടാണ്. ഇസ്രായേലിന് ഇറാനെ നശിപ്പിക്കുക എന്നുള്ളതാണ്, കാരണം അവരുടെ മെയിൻ എനിമിയാണ്. പക്ഷേ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റിസോഴ്സ് പിടിച്ചടക്കുക എന്നുള്ളതാണ്. അങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ അമേരിക്കയുടെ നമ്മൾ യുദ്ധത്തിൻ്റെ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇത് റിസോഴ്സസ് കൈ കിട്ടാൻ വേണ്ടി കൊണ്ട് നടത്തുന്ന ഒരു ജിഗ്ലറി അല്ലേ? സാറിന് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? ആത്യന്തികമായിട്ട് അമേരിക്ക ഇടപെടുന്നതെല്ലാം അതിനു വേണ്ടി തന്നെയാണ്, അത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ച കാര്യം വെച്ചാല് രണ്ട് ഇൻട്രസ്റ്റ് ആണ്. അമേരിക്കയ്ക്ക് ഒരു ഇൻട്രസ്റ്റ്, ഇസ്രായേലിന് ഒരു ഇൻട്രസ്റ്റ്. അമേരിക്കയുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഈ NPT-യിൽ ഇവര് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതെ, എന്നിട്ടും അവർ യുറേനിയം എൻറിച്ച്മെന്റ് 30% കൂടാൻ പാടുന്ന നിബന്ധന അവർ പാലിക്കുന്നില്ല, ഇൻസ്പെക്ഷൻസ് സമ്മതിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ട്, അവരെ നിലയ്ക്ക് നിർത്തണമെന്നുണ്ട്. അതിലും മെയിനായിട്ടുള്ള കാര്യം ഈ ഗൾഫ് കൺട്രീസിലോട്ട് ഇറാൻ ഒരു ത്രട്ടായി വരരുത് എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇത് വളരെ ഈ യുദ്ധമൊന്നും ഉണ്ടാവില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇസ്രായേലിനെ സംബന്ധിച്ചോളം ആ ഒരു ചെറിയ രാജ്യത്തിനെ നിലനിൽക്കാൻ സമ്മതിച്ചാൽ മതി. അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും, അവരെ അംഗീകരിക്കില്ല, തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നവരാണ് ഇറാൻകാർ. 2040 തുടച്ചു നീക്കുമെന്നാണ്. അതെ, അവരുടെ ആ ക്ലോക്ക് ഉണ്ടല്ലോ, പിന്നെ ലെബനോൺ സ്ക്വയറിൽ പാലസ്റ്റീൻ സ്ക്വയറിൽ വെച്ചിരിക്കുന്ന ഡിജിറ്റൽ പിന്നെ ക്ലോക്ക്. അത് പ്രകാരം 2040 മാർച്ചിലോ സെപ്റ്റംബറിൽ ആണ് പിന്നെ ഇത് പിന്നെ അവര് ഇതിന് അതായത് പല ഇസ്രായേലിനെ ഈ ഭൂമിയിൽ ഇല്ലാതാക്കാൻ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2017 മറ്റോ ആണെന്ന് തോന്നുന്നു തുടങ്ങി അത് വെച്ചപ്പോഴാണ്. ജൂൺ 17 വെച്ചത്. അപ്പൊ അത് അങ്ങനെയുള്ളൊരു രാജ്യത്തിന് നിലനിൽക്കാൻ സമ്മതിക്കാൻ പറ്റും ഇസ്രായേലിനെ സംബന്ധിച്ചോ. അപ്പൊ അവരെ ഏത് വില കൊടുത്തും എന്ത് വില കൊടുത്തും അവരവരെ വേണ്ടത് ചെയ്യും. അപ്പൊ അതിന് ഏറ്റവും പ്രശ്നം ഓരോ നേതാക്കളന്മാരായിട്ട് കൊന്നിരിക്കും. ഇന്നും കൊന്നു അവിടുത്തെ ഇന്റലിജൻസ് ചീഫിനെ, പിന്നെ ഇന്നലെ വേറൊരാളിനെ കൊന്നു. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കും. അവര് പിന്നെ അതിനകത്ത് അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. ഇത് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഈ അവരെ ഒന്ന് അംഗീകരിച്ച് എല്ലാവരും ഒത്തുപോവുകയാണെങ്കിൽ, ടു നേഷൻ തിയറി അംഗീകരിച്ചാൽ മാത്രം മതി. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടം. തീർച്ചയായിട്ടും. സാറേ, ഞാൻ അമേരിക്കയുടെ എന്ന് പറയുന്നില്ല, പക്ഷെ ഈ ട്രംപിന്റെ വിജയ സാധ്യത എത്രയാണ് ഈ യുദ്ധത്തിൽ? ശരിയാ, ആ ഒബ്സർവേഷൻ കറക്റ്റാണ്. കാരണം അമേരിക്ക അല്ല ഇപ്പോൾ സീനിലുള്ള ഒരു വട്ടൻ പ്രസിഡന്റ് ഓരോ കാര്യങ്ങളിലും ഓരോന്ന് ചെയ്ത് ആ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കുന്ന അവസ്ഥയിലോട്ട് പോവുകയാണ്. എന്തായാലും അത് നമുക്ക് അതിലോട്ട് വരണ്ട, നമുക്ക് നമ്മുടെ യുദ്ധത്തിലോട്ട് തിരിച്ചു വരാം. വരുമ്പോ ഈ അമേരിക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രംപിന് ഒരു 3 അബദ്ധം പറ്റി. ഇറാന് 3 പവറുണ്ട്. ഒന്ന് അവരുടെ ഓയിൽ പവർ, 2 ഹോർമൂസ് പവർ, അതായത് ഹോർമൂസിനെ കടലിടുക്കിനെ അവരുടെ ഉള്ളം കയ്യിൽ നിർത്താനുള്ള അവരുടെ പവർ. ഹോർമൂസ് മോഡൽ കൂടി കാണണല്ലോ ഇവിടുത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ സപ്ലൈസ് മൂവ് ചെയ്യുന്നത്. 70% ഓഫ് ദി ഓയിൽ. കറക്റ്റ്. പിന്നെ മൂന്നാമത്തെ അവരുടെ പവർ ഉണ്ട്, ഏതാ? ചൈനയും റഷ്യയുടെയും ബാക്കിങ്. ഈ 3 പവറിനെയും അസസ് ചെയ്യുന്നതിനകത്ത് ഈ ട്രംപിന് ഒരു പാളിച്ച പറ്റി എന്ന് പറയുന്നതായിരിക്കും ശരി. ഇപ്പൊ അവരുടെ ഓയിൽ പവർ അതുണ്ട്. ഈ ഹോർമോസ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോ നമ്മളെല്ലാം ലോകരാഷ്ട്രങ്ങൾ മുഴുക്ക അനുഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ അത് ഈ വരുമെന്നുള്ളത് ഇയാൾ മുന്നിൽ കണ്ടില്ല. ഇയാൾ വിചാരിച്ചത് നമ്മുടെ വെനിസ്വേലയിൽ പോയിട്ട് ആ പ്രസിഡന്റിനെയും ഭാര്യയും പാവപ്പെട്ട അവരെ തട്ടിക്കൊണ്ടുപോയി ആ രാജ്യത്തിനെ അവരെ കയ്യിലാക്കിയതുപോലെ പെട്ടെന്ന് ഒരു 2 ദിവസമോ 3 ദിവസമോ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ബോംബെ കൂടെ വാരി ഇട്ടിട്ട് അങ്ങ് പോകാൻ.
ഇറാന്റെ മിസൈൽ കേപ്പബിലിറ്റിയും ഡ്രോൺ കേപ്പബിലിറ്റിയും ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതാണ് സംഭവിച്ചത്. ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ അറിയാം, നമ്മൾ $2000 തൊട്ട് $4000-5000 ചെറിയ സാധനം ഇവരിങ്ങനെ ഈ പടക്കം കൊണ്ടിടുമ്പോലെ വാരിയിടുന്നു. പക്ഷെ അതിന് ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ആന്റി ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള 50,000-ഉം 1.5 കോടിയും ഒക്കെ $1.5 ലക്ഷം ഒക്കെ വില വരുന്ന ഡോളർ ഉപയോഗിച്ച് ചെയ്യേണ്ടി വന്നു. അപ്പൊ അവരൊന്ന് പതറി, ശരിക്കും പറഞ്ഞാൽ ഈ ഇറാന്റെ തിരിച്ചടിയിൽ. പിന്നെ അവർക്കൊരു അബദ്ധം പറ്റിയത്, ഇപ്പോൾ അവർക്കെന്ന് പറയാൻ പറ്റില്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് പറ്റിയൊരു കാൽക്കുലേഷൻ. അതായത് അവർ വിചാരിച്ച റെജീം ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ കാര്യങ്ങൾ പെട്ടെന്ന് റെജീം ചേഞ്ചിനെ അവർ ഉദ്ദേശിച്ച അവര് തിരഞ്ഞെടുത്ത ഒരു പാത എന്ന് പറയുന്നത് അവിടുത്തെ നേതാക്കളെ തട്ടുക എന്നുള്ളത്. അതിങ്ങനെ അവരൊന്നൊന്നായി കൊന്ന് വന്നു. പക്ഷേ അവിടെ ഇവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത ഒരു കാര്യം അവരുടെ ദേശീയതയാണ്, ആ രാജ്യത്തിന്റെ ദേശീയതയാണ്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ ദേശീയതയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ നേതാവിനെതിരെ നേതാവിനൊരു ത്രെട്ട് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും മറ്റൊരു രാജ്യം ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നമ്മുടെ പപ്പുവും കൂട്ടരും അതും കൊണ്ട് നടക്കുകയും ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയയൊക്കെ തന്നെ അതിന് ഭാരതത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഇത് ഭാഗമാക്കി എടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവിടെ ഇല്ല. ഇന്ന് കണ്ടോ, ഇന്നിപ്പോൾ അവിടുത്തെ ഇന്റലിജൻസ് ചീഫ്, സ്ട്രാറ്റജിക് ചീഫിനെ കൊന്ന് അയാളുടെ ഫ്യൂണറലാണ്. ജനങ്ങളുടെ അവിടെ മണ്ണ് വാരിയിട്ട താഴെ വീഴില്ല, അത്ര ജനങ്ങളാണ് അവിടെ. അതാണ് അവരുടെ ഇപ്പോൾ നമ്മളൊക്കെ ഇവരൊക്കെ വിചാരിച്ചത് ഈ സ്ത്രീകളൊക്കെ പർദ്ദയ്ക്കൊക്കെ എതിരാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു റെജീം ചേഞ്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് അവിടെ കാര്യങ്ങൾ നേടാം എന്നുള്ളതാണ്. അതൊരു മിസ്കാൽക്കുലേഷൻ. അപ്പൊ ഈ 2 മിസ്കാൽക്കുലേഷനുമാണ് ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഇല്ലേ സാറേ? കാരണം ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത് നമ്മുടെ 2 രാജ്യത്തിനും നമുക്ക് അവകാശപ്പെടാനുള്ളതാണ്. കാരണം ഈ 800 കൊല്ലത്തോളം മുഗളനും 250 കൊല്ലത്തോളം സായിപ്പും വന്ന് ഇവിടെ ഭരിക്കാൻ നോക്കിയിട്ടും നമ്മുടെ രാജ്യത്തെ വളരെ ഒരു ചേഞ്ച് ഒന്നും അവർക്കുണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞില്ല. ഏതൊരു 5-10% ആൾക്കാരെ അവർ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ കേരളത്തിലെ ജനങ്ങളെ നമ്മൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും ഭാരതത്തിലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ നാഷണലിസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നമുക്കൊരു വലിയ ജനതയില്ലേ ഇവിടെ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പറയേണ്ടി. അതെ, കേരളം അതിനൊരു എക്സെപ്ഷൻ അല്ല. ഇത് ഇറാൻ മാത്രമല്ല, എല്ലാ ജനതയ്ക്കും അവരുടേതായിട്ടുള്ള ഒരു സത്വമുണ്ട്. അത് അവർക്കൊരു നാഷണലിസം അവരിൽ എല്ലാവരും ഉള്ളതാണ്. അത് ഈ അമേരിക്കക്കാർക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർ പലയിടത്തും വന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇവർക്ക് മനസ്സിലാവില്ല. ഈ സ്വത്വം എന്ന് പറഞ്ഞാൽ അതെ, അത് അവർക്ക് മനസ്സിലാവില്ല. സാറേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ യുദ്ധം എവിടെ ചെന്ന് നിൽക്കും? എന്താണ് ഇതിന്റെ ഒരു പരിസമാപ്തി? എവിടെയെങ്കിലും നിർത്തിയല്ലേ പറ്റൂ ഇത്? അതിനെക്കുറിച്ച് അമേരിക്കയുടെ പഴയ വാർ അഡ്വൈസർ റോബർട്ട് പേപ്പൽ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയണ്ടായിരുന്നു, അവരിപ്പോൾ ഒരു എസ്കലേഷൻ ട്രാപ്പിലാണ്. അതായത് തുമ്മനയുമ്പം ചാണ്ടി മുറുകെന്ന് പറയുന്ന പോലെ ഇപ്പോൾ എവിടെ നിർത്തും എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പൊ അദ്ദേഹം പറയുന്നത് അമേരിക്ക അവർക്ക് കഴിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ചവച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ദേ ബിറ്റ് മോർ ദാൻ വാട്ട് ദേ ക്യാൻ ച്യൂ എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നിർത്തിയതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് അവിടെ കൊണ്ടുപോയി 2 ദിവസം കൊണ്ട് സംഗതി എല്ലാം ശരിയാക്കി നമ്മൾ നിർത്തി യുദ്ധം. വളരെ പ്ലാൻ ചെയ്തു. അന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു അന്ന് എന്തിനു നിർത്തി, അമേരിക്ക പറഞ്ഞിട്ടാണ് നിർത്തിയത്, അവർക്ക് സറണ്ടർ ചെയ്തു. പക്ഷെ അത്രയും വൈസായിട്ടുള്ള ഡിസിഷൻ വേറെ ഉണ്ടാവും. ആലോചിച്ച് നോക്കി, ആ യുദ്ധം ഒരാഴ്ച നീണ്ടുപോലും നമ്മളെ രാജ്യത്തിന് നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ ഇത് ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ട്രംപ് ഇപ്പോഴേ ഈ അവരുടെ നാറ്റോ സഖ്യത്തിൻ്റെ അടുത്തും മറ്റു രാജ്യങ്ങളും ഇൻക്ലൂഡിങ് ചൈന, റഷ്യ അടുത്തെല്ലാം അവരുടെ നേവൽ ഷിപ്സിനെ ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞിരിക്കുക. ഇവിടെ ഹോർമൂസിലെ കപ്പലുകൾ കടത്തിവിടാനായിട്ട്
അയക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ റെസ്പോൺസ് വളരെ ലൂക്കോമായിരുന്നു. അതിൽ ജപ്പാനൊക്കെ പറഞ്ഞു യൂറോപ്യൻസ് പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് അവർ, ഇംഗ്ലണ്ട് പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് അവർ വാർ എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും അവരൊന്നും അതിനോട് സഹകരിക്കും, അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടറിയാം. ഇയാളെ പോലെ ഒരു വട്ടുപിടിച്ച ആൾക്കാരല്ല അവിടെ ഉള്ളത്. പിന്നെ അപ്പൊ അതുകൊണ്ട് അത് എവിടെ പോയി നിൽക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ്. ഇത്തരത്തിലുള്ളത് നമ്മുടെ ശശി തരൂരിന്റെ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടാവും അല്ലെ? ആ, വളരെ എസ് എ സ്റ്റേറ്റ്മാൻ, ഇതായിരിക്കണം ഒരു സ്റ്റേറ്റ്മാൻ, ഇതായിരിക്കണം ഒരു പൊളിറ്റീഷ്യൻ, ഇതായിരിക്കണം ഒരു ഒപ്പോസിഷൻ നേതാവ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സ്റ്റാൻഡാണ് വളരെ കറക്റ്റ്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് നമ്മൾ വേണ്ടത്. നമ്മളൊരു സൈഡും പിടിക്കാൻ പോകേണ്ട കാര്യമില്ല എന്നുതന്നെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോ ലോകരാജ്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ മീഡിയേറ്റ് ചെയ്യണമെന്നാണ് അവകാശപ്പെടുന്നത്. ഇന്നും ഒരു പിന്നെ പഴയ വൈസ് പ്രസിഡന്റ് സിറിയയുടെയോ ഈജിപ്തിന്റെയോ ഒരു വൈസ് പ്രസിഡന്റ്, ഞാനത് ശരിക്കും ഓർക്കുന്നില്ല, ഞാൻ വെറുതെ പാസിംഗ് ആയിട്ട് കണ്ടതേ ഉള്ളൂ. അദ്ദേഹം പിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ഇടപെടണം, ഇന്ത്യക്ക് മാത്രമേ ഇതിൽ ഇടപെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു ഹോപ്പിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന എൻ്റെ വിചാരം.